ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാ പേരും ശാന്തവും സമാധാനവും സന്തോഷവുമുള്ള ദിവസങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അമിത ഭാരമോ ഉത്കണ്ഠയോ ആരും ആസ്വദിക്കുന്നില്ല. അതിനാൽ നമ്മുടെ റൂട്ടീനിലേക്ക് നമുക്ക് ഈസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. സ്റ്റാർട്ട് ബൈ ഷേപ്പിംഗ് യുവർ മോർണിംഗ് ഇൻ സച്ച് എ വേ ദറ്റ് സപ്പോർട്ട്സ് യു. അതുപോലെ മറ്റുള്ളവരുടെ ലൈഫ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ വഴികൾ കണ്ടുപിടിക്കുക. എല്ലാത്തിനും ഉപരി നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ലെറ്റ് ഈസ് ഫ്ലോ ഇൻ. ഇതാണ് ഇന്നത്തെ എൻ്റെ തോട്ട്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കേർഡ് റൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് കുക്ക്ഡ് റൈസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വിസ്ക്ഡ് കേർഡ്സും എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഈ റൈസും കേർഡ്സും മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചോപ്ഡ് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ സോൾട്ട് ഇട്ട് ലൈറ്റായി മിക്സ് ചെയ്യണം. ഡോണ്ട് മാഷ് ഇറ്റ്. ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചനാദാൽ, ഉരുദ് ദാൽ ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് 2 റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഗ്രീൻ ലീഫ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1 പിഞ്ച് കായം ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് റൈസ് കേർഡ്സ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കേർഡ് റൈസ് റെഡിയായി. ഈ കേർഡ് റൈസ് ഞാൻ എത്ര എളുപ്പം ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ? വളരെ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചും ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കേർഡ്സ് കൂടെ ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവയാണ്. This curd rice is very light, very soothing and perfect for balancing the heat, especially after a spicy meal. Do try it out. That's all for today. See you later. Bye bye.